എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പൊ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളും കണ്ടിട്ടില്ല. അമല് ചിലപ്പോൾ നമ്മളോട് കൗണ്ടർ ചെയ്യും. പക്ഷെ എനിക്ക് പ്രേമലു ആണ്. പണ്ടറിയിക്കുന്ന പൃഥ്വിരാജാന്ന് തോന്നുന്നു പറഞ്ഞത്, ഒരു മലയാള സിനിമയിൽ നായകയുടെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എത്ര നാളായി. അഞ്ചക്കളക്കൊക്കെ പറയുന്ന പാടുണ്ടോ പ്രേക്ഷകർക്കുണ്ടായിരുന്നു. എത്ര പെട്ടെന്നല്ലേ 2024 കടന്നു പോയത്. പറന്നുപോയൊരു വർഷമായിരുന്നു. ശരിയാ. പക്ഷെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഹാപ്പനിങ് വർഷം. അതെ അതെ. ബോക്സ് ഓഫീസ് എന്തായാലും എടുത്ത് പറയേണ്ടതാണ്. എത്ര 1000 കോടിയിലധികമാണ് നമ്മുടെ ഈ വർഷത്തെ ടോട്ടലി കളക്ഷൻ. അതുപോലെ തന്നെ പല സിനിമകളും കളക്ഷൻ റെക്കോർഡുകൾ ഭേദിച്ച വർഷമൊക്കെയാണ്. ഈ കളക്ഷൻ ലിസ്റ്റ് നോക്കിയാൽ ഏറ്റവും ആദ്യം മഞ്ഞുമൽ ബോയ്സ് ആണ്. അതും മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് 200 കോടിയിലധികം 250 കോടിയോളം രൂപ കളക്ട് ചെയ്ത സിനിമ. അതെ, അത് കഴിഞ്ഞിട്ട് വരുന്നത് ആടുജീവിതം ആവേശം, പിന്നെ പ്രേമലു, നമ്മുടെ നെസ്ലിന്റെ പ്രേമലു, പിന്നെ ടൊവിനോയുടെ ARM, പിന്നെ പൃഥ്വിരാജിന്റെ ഗുരുവായൂര്, ഇതൊക്കെയാണ് പിന്നെ കളക്ട് ചെയ്തിട്ടുള്ള പടങ്ങൾ. അതെ. പിന്നെ വരുന്ന എനിക്ക് തോന്നുന്നു ഭ്രമയുഗമാണ് അല്ലേ? ഭ്രമയുഗം ഹിറ്റായതൊരു വണ്ടർ തന്നെയായിരുന്നു. നല്ല സിനിമയാണ് ഓഫ് കോഴ്സ്. പക്ഷെ അങ്ങനെ ഒരു സിനിമയ്ക്ക് ഒരുപാട് ആളുകൾ പോകും. അതെ. പിന്നെ എനിക്ക് തോന്നുന്നു ഒരു അത്ഭുതമായിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു പടമാണ് വർഷങ്ങൾക്ക് ശേഷം 80 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കൊരു അത്ഭുതമായിട്ട് തോന്നി. മമ്മൂക്കയുടെ ടെർബോ കളക്ഷൻ ലിസ്റ്റിൽ അവസാനം ടെർബോ ഉണ്ട്. പിന്നെ കിഷ്കിന്ദകാണ്ഡം ഉണ്ട്. കിഷ്കിന്ദകാണ്ഡം ഈ ഹിറ്റുകളുടെ ലിസ്റ്റിലുണ്ട്. പറഞ്ഞ വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടെങ്കിലും ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ്. വിനീത് ശ്രീനിവാസന്റെ ഒരു ഇമ്പാക്ട് ആണ് ആ സിനിമയുടെ മെയിൻ ആയിട്ട്. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനെ പുള്ള് ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഈ മലയാളത്തിന്റെ ഈ 2024 എന്താണ് ഷെമിന്റെ ഒരു ടോപ്പ് 10 ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ സിനിമ ഉണ്ടാവും? എനിക്ക് നോ ഡൗട്ട് നമ്പർ 1 ഉള്ളത് ആവേശമാണ്. കാരണം ഞാനത് നോക്കുന്നത്, ഇപ്പം നമ്മളൊരു സിനിമയുടെ പോസ്റ്റർ ആണെന്ന് നമ്മൾ പറയില്ലേ, ഈ സിനിമ ഉറപ്പായിട്ട് ഹിറ്റായിരിക്കും. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്ത സിനിമ ആവേശം. ആ സിനിമയുടെ പോസ്റ്റർ വന്നപ്പോൾ ഞാൻ ഉറപ്പിച്ചു ഹിറ്റാവുന്നത്. പിന്നെ തിയേറ്റർ നമ്മൾ കാണുമ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഒരു ആ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് അങ്ങനെ വൈബിളൊരു ഓഡിയൻസിനോട് ഇന്ന് കാണുമ്പോൾ. ഞാൻ 2 വട്ടം തിയേറ്ററിൽ കണ്ടു. പക്ഷെ അത് തന്നിട്ടുള്ള ഒരു കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു എക്സ്പീരിയൻസ്, ഒരു സിനിമ കണ്ടിട്ട് ആ ഒരു അയ്യോ എന്തൊരു സിനിമ, എന്തൊരു രസമുള്ള സീനുകൾ, അല്ലെങ്കിൽ അവസാനം ആ പാട്ടൊന്ന് ഡാൻസ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് തോന്നിയത് അങ്ങനെയായിരുന്നു. ആവേശം കൊള്ളാം, പക്ഷെ അത് ടോപ്പ് 1 കൊടുക്കാനുണ്ടോ? പിന്നെ ആട്ടം നമ്മുടെ ആനന്ദ് ഏകർഷിയുടെ ഫസ്റ്റ് പടമാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് പടമാണ്. നല്ല പടല്ലേ? നല്ല പടമാണ്. അതെനിക്ക് തോന്നുന്നു ഈ നമ്മൾ ഓഡിയൻസിന്റെ ഒരു പ്രത്യേകതയായിരിക്കും ഇത്. ഓരോരുത്തർക്ക് എങ്ങനെ ഓരോ സിനിമകൾ. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ആട്ടം എന്റെ ടോപ്പ് 10 ലിസ്റ്റിലുണ്ട്. എങ്കിൽ പോലും ഞാൻ ഫസ്റ്റ് ആട്ടത്തിന് കൊടുക്കത്തില്ല. എന്നാലും എനിക്ക് ഭ്രമയുഗമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. എനിക്കത് ഭയങ്കര തിയേറ്ററിലൊരു എക്സ്പീരിയൻസ് ഭയങ്കരമായിട്ട് തന്നൊരു ഫിലിമായിരുന്നു. എനിക്ക് അതിന്റെ മ്യൂസിക്കും എല്ലാം കൂടെ വന്നപ്പോൾ ഞാൻ വല്ലാതെ ആ ലോകത്തേക്ക് എത്തിയ ഒരു ഫീലായിരുന്നു എനിക്ക് ആ പടം കണ്ട് ഇറങ്ങിയപ്പോൾ. എന്റെ ലിസ്റ്റില് ഞാൻ ഭ്രമയുഗത്തിന് തന്നെയാണ് ഫസ്റ്റ് കൊടുക്കുക അല്ലെ? ഭ്രമയുഗം സ്വാഭാവികമായിട്ട് എന്റെ ലിസ്റ്റിലുണ്ട്. പക്ഷെ എനിക്കത് 4ാമതാണ്. എനിക്ക് ഭ്രമയുഗം ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അതിൽ ഈ സിദ്ധാർത്ഥ് ഭരതന്റെ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് അതായിരുന്നു. ഇപ്പൊ സൂക്ഷ്മദർശിനിയുടെ പെർഫോമൻസ് നല്ലതാണ്, പക്ഷെ അത് കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്. പിന്നെ മമ്മൂട്ടി സ്വാഭാവികമായിട്ടും നോ ഡൗട്ട്. മമ്മൂക്ക മാത്രമല്ല, മമ്മൂക്കയും അതുപോലെ അർജുൻ അശോകനും കോംബോയും ഗംഭീരമായിട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ നിന്ന് കണ്ടിട്ടില്ല. അപ്പൊ അതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മളും കണ്ടിട്ടില്ല. 60 ശേഷം അല്ലെ 70 ശേഷം ആരും തിയേറ്ററിൽ പോയി കണ്ട എക്സ്പീരിയൻസ് ഇല്ല. എനിക്ക് ശരിക്കും നമ്മൾ പഴയ ഒരു പ്രേതപ്പടം എന്നൊക്കെ നമ്മൾ കേൾക്കില്ല. ആ മ്യൂസിക്കും അത് മൊത്തത്തിലുള്ള ആ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസും എല്ലാം കൂടെ വേൾഡ് വേറെ ആയിരുന്നു. നമ്മള് ഏറ്റവും എന്നെ അത്ഭുതപ്പെടുത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കിഷ്കിന്ദകാണ്ഡവും ഈ സിനിമ ഒരേ വീട്ടിൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. അത് ഭയങ്കര തിരിച്ചറിയാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അത്ഭുതം. അതെ. അതുപോലെ ഈ സിനിമയിൽ മഴ കാണുമ്പോഴുണ്ടല്ലോ, എത്രയോ സിനിമ നമ്മൾ മഴ കണ്ടേക്കുന്നു, പക്ഷെ ഇത് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭ്രമയുഗത്തിൽ മഴയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഭൂതകാലം കണ്ടിട്ട് ഞാൻ ഞെട്ടിയിട്ടുണ്ട്, രാഹുൽ സദാശിവന്റെ. അപ്പൊ സ്വാഭാവികമായിട്ടും പുള്ളിയുടെ സെക്കൻഡ് പടം ഏതായിരിക്കും, അതെന്തായാലും ഗംഭീരമായിരിക്കും എന്നൊരു ഉറപ്പ്. ഭൂതകാലം സോണി ലിവിലാണല്ലോ ഇറങ്ങി. അപ്പൊ അന്ന് ഞാൻ വിചാരിച്ചു ഈ പടം ഒന്ന് തിയേറ്ററിൽ ഇറങ്ങിയിരുന്നെങ്കിൽ. ഭ്രമയുഗം തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ശരിക്കും പുള്ളി ഞെട്ടിച്ചു കളഞ്ഞു. അപ്പൊ സെക്കൻഡ് ലിസ്റ്റിലേക്ക് എന്റെ സെക്കൻഡ് ലിസ്റ്റ് ഇപ്പം അമല് ചിലപ്പോൾ നമ്മളോട് കൗണ്ടർ ചെയ്യും. പക്ഷെ എനിക്ക് പ്രേമലു ആണ്. കാരണം ഇതൊക്കെ ഞാൻ തിയേറ്ററിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ആ ഒരു ഈ അഡ്രിനാലിൻ റഷ് ഉണ്ടായ സിനിമകൾ വെച്ചിട്ടാണ് ഞാനത് ക്രൈറ്റീരിയ തിരിച്ചത്. പ്രേമലു കണ്ടപ്പോൾ എത്ര നാളായി ഇങ്ങനത്തെ ഒരു സിനിമ.
പണ്ടായിരിക്കുന്നു പൃഥ്വിരാജാന്ന് തോന്നുന്നു പറഞ്ഞത്, ഒരു മലയാള സിനിമയിൽ നായക നായികയുടെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എത്ര നാളായിന്ന്. അതൊക്കെ കണ്ട, അല്ലെങ്കിൽ ആ ഒരു യങ്സ്റ്റേഴ്സിന്റെ വൈബും അതേസമയം ഭയങ്കര കോംപ്ലക്സ് ക്യാരക്ടേഴ്സും അവരുടെ കോൺഫ്ലിക്റ്റ് ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതൊക്കെ ഗംഭീരമായി പറഞ്ഞ സിനിമയായിരുന്നു പ്രേമലു. ഓഫ് കോഴ്സ് അത് ഒരു ഗംഭീര സിനിമയാണ്. കാരണം എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കഥ ഇത്ര മനോഹരമായിട്ട് അത് ചിത്രീകരിക്കുകയും ഇപ്പം നസ്ലിനും മമിതയാണെങ്കിലും നല്ല ഭംഗിയായിട്ട് അത് അവതരിപ്പിക്കുകയും ചെയ്തു. ഓൺ സ്ക്രീനിൽ നമുക്ക് ഒരു സെക്കൻഡ് പോലും ബോറടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റുക എന്ന് പറയുന്നതാണല്ലോ ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അത് 100% നീതി പുലർത്തിയ സിനിമയായിരുന്നു. ചേട്ടന്റെ ലിസ്റ്റിൽ രണ്ടാമത്തെ പടം ഏതാ? എന്റെ ലിസ്റ്റിൽ രണ്ടാമത് ഞാൻ പ്രേമലുവിന് കൊടുക്കുന്നില്ല, പക്ഷെ അവനെ ആവേശത്തിന് രണ്ടാമത് കൊടുക്കാം. എന്റെ ഭ്രമയുഗമാണ് രണ്ടാമത്തെ. പിന്നെ പ്രേമലുവിന് പ്രത്യേകത ഉണ്ടല്ലോ, ആ സൗഹൃദം, സച്ചിനും അമൽ ഡേവിസ് തമ്മിലുള്ള സൗഹൃദം. അത് നമ്മൾ ആ ഒരു റൂമിൽ ചെന്നിട്ട് ഇവർ ഫോൺ ചെയ്യുമ്പോൾ മമ്മിയോട് പറയുന്നില്ലേ നല്ല ബെഡൊക്കെ ഉണ്ട്, നല്ല ബാത്റൂം ഒക്കെ ഉണ്ടോ, അങ്ങനെ എന്തോ പറയുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള സൗഹൃദം, അങ്ങനത്തെ അത്തരം സാധനങ്ങളൊക്കെ നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. എനിക്ക് തോന്നുന്നു ഒരു നമ്മുടെ ഒരു സാധാരണ പയ്യന്റെ കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റിയ രീതിയിൽ പുള്ളി. അമലിന്റെ ലിസ്റ്റിലെ മൂന്നാമത്തെ സിനിമ ഏതാ? കിഷ്കിന്ദ കണ്ടം. എന്താ വെച്ചാല് ഞാൻ നേരത്തെ ആട്ടം പറഞ്ഞില്ലേ, അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊന്നും അതിന്റെ അതില്ല. ഇത് ആവശ്യമുള്ളത് നമ്മളെ പിടിച്ചിരുത്താനായിട്ടുള്ള. പിന്നെ ആസിഫലിയുടെ പെർഫോമൻസ്, വിജയരാഘവന്റെ പെർഫോമൻസ്, എന്റെ ലിസ്റ്റിൽ അതൊരു മൂന്നാമത്തെ പടം തന്നെയാണ്. വിജയരാഘവനായിട്ട് ശരത്ത് സംസാരിച്ചല്ലോ. ഞാൻ പുള്ളിയോട് ഒരു ഇന്റർവ്യൂ എടുത്തു. അപ്പോൾ ഞാൻ ശരിക്കും പുള്ളിയോട് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ ക്യാരക്ടർ. പുള്ളി പറഞ്ഞു ഇതിന്റെ സ്ക്രിപ്റ്റ് കേട്ട സമയത്ത് തന്നെ പുള്ളിക്ക് ഉറപ്പായിരുന്നു ഈ പടം വിജയിക്കും. പുള്ളി ഒന്നും നോക്കാതെ ഓക്കെ പറയുകയാണ് ചെയ്തതെന്ന് പറഞ്ഞു. പുള്ളി അത്ര അപ്പുപിള്ളയായിട്ട് ശരിക്കും അത്ര മനോഹരമായിട്ടാണ് പുള്ളി അതിൻ്റെ അകത്ത് നിറഞ്ഞാടിയത്. ഞാന് പുള്ളിയെ കണ്ടപ്പോൾ ചോദിച്ചു, എനിക്ക് NN പിള്ളയുടെ ഒരു ടച്ചൊക്കെ തോന്നിയില്ലോ. പക്ഷെ പുള്ളി പറഞ്ഞു ഒരിക്കലും അങ്ങനെ. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു, ഞാൻ NN പിള്ള മകനല്ലേ, അപ്പൊ എന്തായാലും അത് വരാതിരിക്കില്ല, ജനറ്റിക്കില് വരുമല്ലോ. പക്ഷെ അങ്ങനൊന്നും പുള്ളി ചിന്തിച്ചിട്ടില്ല ആ സമയത്ത്. പുള്ളി അപ്പുപിള്ളയായിട്ട് ആ സമയത്ത് ആ ക്യാരക്ടർ എങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ പുള്ളി ആ ചെറിയൊരു ഈ ഓർമ്മ കുറവിന്റെ ഒരു സാധനം ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഒരു സാധനം കൊടുത്തു എന്നൊക്കെയാണ് പുള്ളി അന്ന് ഞാൻ സംസാരിച്ചു പുള്ളി പറഞ്ഞത്. അപ്പൊ അത് മനോഹരമായിട്ട് പുള്ളി അത് പോർട്രേ ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനകത്ത് ആസിഫ് അലിയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, അപർണയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, എല്ലാവരും അത് ഒരു ആസിഫിന്റെ ഒരു അത്രയും വിഷമം ഉള്ളില് കൊണ്ടുപോയിട്ടുള്ള ഒരു ക്യാരക്ടർ ആസിഫ് മനോഹരമായിട്ട് ചെയ്തു. അതില് ചേട്ടന്റെ കുട്ടി വീഡിയോ കോൾ ഫീൽ ചെയ്യുന്ന സീനൊക്കെ നമുക്കത് ശരിക്കും ക്ലൈമാക്സിനോട് അടുക്കുമ്പോഴാണ് ആസിഫിന്റെ ആ ഒരു സ്ട്രഗിൾ നമുക്ക് ശരിക്കും മനസ്സിലാവും. ഈ വർഷത്തെ ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസസും ആസിഫിന്റെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ്. എനിക്ക് തോന്നുന്നു 2024 ആസിഫിന്റെയും കൂടി ഒരു വർഷമായിരുന്നു. അതെ, തലവൻ ഉണ്ടായിരുന്നു. അതെ, പക്ഷെ എന്റെ ലിസ്റ്റില് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. കിഷ്കിന്ദ കാണ്ട് ഓഫ് കോഴ്സ് എന്റെ ലിസ്റ്റിലുണ്ട്, അത് 10ാമതാണ്. എന്റെ ലിസ്റ്റിൽ കിഷ്കിന്ദ ഉണ്ട്, അത് 4ാമതാണ്. 3ാമത് ആട്ടമാണ് ഞാൻ കൊടുത്തത്. എനിക്ക് 3ാമത് മഞ്ഞുമ്മൽ ബോയ്സ് ആണ്. ആട്ടം ഉണ്ട്, പക്ഷെ അത് വരുന്നേ ഉള്ളൂ. മഞ്ഞുമ്മൽ കാരണം ഈ പറഞ്ഞ പോലെ അതൊരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു ആഘോഷമായിരുന്നു, ഈ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ആഘോഷം. പിന്നെ മലയാളത്തിൽ ഉണ്ടാകുന്ന സർവൈവൽ സ്റ്റോറികളിൽ റയറായിട്ടേ ഉള്ളൂ അതിലൊരു സിനിമ. അതിൽ ഏറ്റവും മികച്ച സിനിമ കണ്ടിറങ്ങിയപ്പോൾ തന്നെ ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു, സുഷിൻ പറഞ്ഞ പോലെ സീൻ മാറ്റുന്നത്. അത് ഇവിടെ സംഭവിക്കുകയും ചെയ്തു. അതിൽ ഫ്രണ്ട്ഷിപ്പിന്റെ പ്രത്യേകതയാണെങ്കിൽ തന്നെ ഇപ്പൊ തുടക്കമൊക്കെ കാണുമ്പോൾ ഇവരത്ര ഫ്രണ്ട്സാന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. ആളെ തയ്ക്കാൻ വേണ്ടി വണ്ടി കയറ്റിക്കൊണ്ടാണല്ലോ ഓരോരുത്തർ പോകുന്നത്. പക്ഷെ ഒരു സംഭവം ഉണ്ടാവും, ഒരു ആപത്ത് ഉണ്ടാകുമ്പോൾ അത് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതും ഒരാളെ അവിടെ കളഞ്ഞിട്ട് വരാതെ എക്സ്ട്രീം വരെ പോകുന്നെങ്കിൽ അയാളെ കൊണ്ടേ പോകുന്നുള്ളൂ, ഇല്ലേ പോകുന്നില്ല എന്നുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ്. അത് ശരിക്കും തോന്നുന്നു ഫ്രണ്ട്ഷിപ്പിന്റെ ഏറ്റവും എക്സ്ട്രീം ലെവലാണ് അത് കാണിച്ചേക്കുന്നത്. അത് ഒട്ടും ഈ റൊമാൻറ്റിസൈസ് ഒന്നും ചെയ്യാതെ ഭയങ്കര റിയലിസ്റ്റിക് ആയി കാണിച്ചു എന്നുള്ളതാണ്. ആ ഗുണ കേവ് ആണെങ്കിലും ആ പാട്ടൊക്കെ യൂസ് ചെയ്തേക്കുന്ന അവര് കൃത്യമായ രീതിയിലാണ് തമിഴ് ഓഡിയൻസിന് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. എത്ര നാള് നമ്മൾ ഇപ്പോഴും കേൾക്കുന്ന പാട്ട്, അത് ആ പാട്ടിന്റെ പൊസിഷനിങ് ഉണ്ടല്ലോ, കൃത്യമായത് എവിടെ പൊസിഷൻ ചെയ്തു. അത്ര നാള് നമ്മൾ അത് ഒരു റൊമാൻറ്റിക് പാട്ടായിട്ട് കേട്ടത് നമുക്ക് പെട്ടെന്ന് ഫ്രണ്ട്ഷിപ്പ് സോങ് ആയിട്ട് മാറി. പിന്നെ പെർഫോമൻസ് സ്വാഭാവികമായിട്ടും എല്ലാവരും ഗംഭീരമായി ചെയ്തു. അപ്പം മഞ്ഞുമ്മൽ ആ രീതിയിൽ സിനിമാറ്റിക് ആഘോഷമായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. മഞ്ഞുമ്മൽ അമലിന് എത്രാമത്തെ ലിസ്റ്റ്? ആണല്ലേ? എന്റെ 5ാമത്തെ മഞ്ഞുമ്മൽ. കാരണം ഞാൻ മഞ്ഞുമ്മൽ വളരെയധികം എൻജോയ് ചെയ്ത് തിയേറ്ററിൽ നിന്ന് കണ്ട് വളരെയധികം നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള നമ്മുടെ ഫ്രണ്ട്സിനൂടെ തന്നെ പോയത്. അപ്പൊ നമുക്ക് തന്നെ അത് ഫീൽ ചെയ്തു. നമ്മള് ഇതുപോലെ ഒരു സ്ഥലത്ത് അകപ്പെട്ടു പോവോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളും ഇതുപോലെ തന്നെ ചെയ്യുമല്ലോ. ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ഒരു റിയാക്ഷൻ. നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ആപത്ത് പറ്റി കഴിയുമ്പോൾ നമ്മളും ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ ചെയ്യുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മളെ കണക്ട് ചെയ്തു, എന്നെ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തത് ആ സിനിമ.
എനിക്ക് ശരിക്കും എന്റെ ലിസ്റ്റിൽ അതൊരു 5ാമത് തന്നെ ഉണ്ട്. 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 എനിക്ക് ഇത് എത്ര തവണ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ? മഞ്ഞുമലി 2 വട്ടം. എന്റെയും 10ാമതാണെങ്കിലും ഞാൻ 2 തവണ കണ്ടല്ലേ? ഞാന് ഇത് OTT-ലും 2 തവണ കണ്ടു. OTT ഞാൻ പിന്നെ കണ്ടില്ല. എനിക്ക് ആ തിയേറ്റർ കിട്ടിയ അത് അവിടെ വേണം. ഞാൻ OTT-യിലൂടെ ഒന്ന് കാണണം തോന്നി, അങ്ങനെ അപ്പോഴും കണ്ടു. എനിക്കൊരു 4ാമതാണ് ഭ്രമേകം. ആവേശവും പ്രേമലും മഞ്ഞുമലും കേട്ടാണ് എനിക്ക് ഭ്രമേകം വരാം. 5ാമത് എന്റെ സിനിമ ആട്ടമാണ്. നീ 1ാമത് പറഞ്ഞ ആട്ടാണ്. ഈ പറഞ്ഞ പോലെ തന്നെ തിരക്കഥ അതിഗംഭീരം, അതും ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ഇഷ്യൂ ആണ്. പക്ഷെ അവരതിനെ എത്ര നന്നായി പ്രസന്റ് ചെയ്തു, എത്ര ടച്ചിങ് ആയിട്ട്, എത്ര ലോജിക്കലായിട്ട് പ്രസന്റ് ചെയ്തു. കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ഇര ഇങ്ങനെയാണോ അവസാനം ചെയ്യുക എന്നൊക്കെ. പക്ഷെ ആ സിനിമ കാണുമ്പോൾ ആ ക്യാരക്ടറിനോട് സഞ്ചരിക്കുമ്പോൾ നമുക്കത് പ്രശ്നമായി തോന്നില്ല. ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഒരു ആരാണെന്ന് പോലും അറിയാൻ പറ്റാണ്ട് അവര് അനുഭവിക്കുന്ന ഒരു പ്രഷർ ഉണ്ടല്ലോ, അത് മനോഹരമായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു സെക്കൻഡ് പോലും വേണേൽ വളരെ ബോറായി പോകാവുന്ന ഒരു സാധനം, കാരണം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു സാധനം നമുക്ക് ചിലപ്പോൾ അത് ഭയങ്കര ബോറായി പോകാവുന്ന ഒരു സാധനം വളരെ മനോഹരമായിട്ട് എടുത്തു. ആ ആക്ടേഴ്സിന്റെ ആക്ടിങ്ങിനെ പറ്റി നമ്മൾ എടുത്തു പറഞ്ഞു, കാരണം അതിൽ നമുക്ക് പേരെടുത്തറിയാവുന്ന 1-2 പേരെ ഉള്ളൂ. ബാക്കി എല്ലാവരും ആ ആട്ടം നാടക സമിതിയിലെ ആളുകളാണ്. ഇത് സുഹൃത്തുക്കൾക്ക് വേണ്ടി, അതായത് വർഷങ്ങളായി നാടകം ചെയ്ത് വിനയ് ഫോർട്ട് നാടകം ചെയ്യുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി, അവർക്ക് വേണ്ടി ചെയ്തൊരു സിനിമയാണ്. അവരെ സിനിമയിൽ കൊണ്ടുവരാൻ വേണ്ടി ഇവരുടെ ഒരു ഇനിഷ്യേറ്റീവിൽ തുടങ്ങിയ സിനിമയാണ്. അതിനുവേണ്ടി നല്ല പ്രൊഡ്യൂസറെ കിട്ടി. പിന്നെ അത് ഉയരങ്ങൾ കീഴടക്കം നമ്മൾ കണ്ടു അല്ലേ, നാഷണൽ ലെവലിലേക്ക് അവാർഡിനായി പോകുന്നു. മറ്റു പല സ്ഥലങ്ങളിലേക്കും പെർഫോമൻസ് കണ്ടിട്ടും ഈ സിനിമയുടെ ഗുണം കണ്ടിട്ട് ആൾക്കാർ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യും. കാരണം അത് ഭയങ്കര മനോഹരമായിട്ടാണ്. അത് നമുക്കത് എങ്ങനെ ഇപ്പം നമ്മൾ പല സിനിമകളും കാണും, വലിയ വമ്പൻ പേരുകളിൽ ബ്രാൻഡുകളിൽ വരുന്ന സിനിമകൾ വരെ വിജയിക്കാതെ പോയ വർഷമായിരുന്നു 2024. അന്യഭാഷ ചിത്രങ്ങളിൽ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവിടെയാണ് ആട്ടത്തിന്റെ ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് അറിയ പോലും ഇല്ലാത്ത ആളുകളുടെ തിയേറ്ററിലെ ആളെ കയറ്റാൻ കഴിയുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പൊ ഒരു OTT വന്ന് ഹിറ്റ് അടിക്കുന്ന പോലെ അല്ല തിയേറ്ററിൽ ഹിറ്റ് ആവുക എന്ന് പറയുന്നത്. കൂടുതലും OTT-ൽ ഇറങ്ങിയ ശേഷമാണ് ആട്ടം സംസാരിക്കപ്പെടുന്നത്. ജനുവരി ഈ വർഷത്തെ ആദ്യത്തെ റിലീസ് എനിക്ക് തോന്നുന്നു ആട്ടമായിരുന്നു. അത് നല്ല സിനിമ എന്തായാലും ആട്ടമായിരുന്നു. അതെ, നമ്മള് എനിക്കൊരു IFFK വന്ന സമയം തൊട്ടേ ആട്ടത്തിന് ഒരു ഫെസ്റ്റിവൽസിൽ കളിച്ചപ്പോൾ മുതൽ 6ാമത്തെ പടം ഏതാ ചേർക്കാൻ? ഉള്ളൊഴുക്കാണ് എന്റെ. അവിടെ എങ്കിലും നമുക്കൊരു അതെ ഉള്ളൊഴുക്കിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉർവശിയും പാർവതിയും പറ്റി തന്നെയാണ് ഫസ്റ്റ് പറയുന്നത്. അവരുടെ ഒരു പെർഫോമൻസ് തന്നെയാണ് ആ പടത്തിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അത് മാത്രമല്ല വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള, അതിന് പല അഭിപ്രായം. എന്റെ ക്ലൈമാക്സ് തന്നെ 2 അഭിപ്രായം ഉണ്ട്. അപ്പൊ അത് ശരിയാണെന്ന് പറയുന്നവരുണ്ട്, തെറ്റാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അത് നമ്മുടെ അഭിപ്രായം എന്താണെന്നുള്ളത് 2ാമത്തെ കാര്യം. പക്ഷെ ആ സിനിമ ചെയ്തു വെച്ചേക്കുന്നത് അത്, കാരണം ആ ഡയറക്ടറെ നമുക്കറിയാം, കറിയാൻ സൈനേഡ് എന്ന് പറയുന്ന ഒരു നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ഡോക്യുമെന്ററി വന്നു. അത് കഴിഞ്ഞിട്ട് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പല ഇതിലും കണ്ടിരുന്നു. ഈ നിങ്ങൾ ഈ ഇദ്ദേഹത്തിന്റെ പേര് കുറിച്ച് വെച്ചോളൂ, അടുത്ത നാളെ അറിയപ്പെടാൻ പോകുന്ന ആളാണ് ക്രിസ്റ്റോ ടോമി എന്നുള്ള. അത് മാത്രല്ല ക്രിസ്റ്റോ ടോമിയുടെ കുറെ ഷോർട്ട് ഫിലിംസ് ഒക്കെ അത് അന്ന് ക്രിസ്റ്റോ ടോമി അതുകൊണ്ട് തന്നെ ഈ പടം ഇറങ്ങിയപ്പോ കാണണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോ ആണ് എനിക്ക് ശരിക്കും അത് പറഞ്ഞത് എത്രമാത്രം സത്യമാണ്. അത് മാത്രമല്ല കുട്ടനാടിന്റെ ഒരു ഇതും ആ വെള്ളപ്പൊക്കവും അതും ഈ കഥാപാത്രങ്ങളുടെ സംഘർഷം തമ്മിലുള്ള ഒരു മെറ്റഫോറിക്കൽ ആയിട്ടാണ് അവര് ചെയ്തേക്കുന്നത്. അതും ആ ഒരു ഡെഡ് ബോഡി അടക്കാൻ പറ്റാത്ത ഒരു ഇത്. ഉർവശി എന്ന് പറയുന്ന ഒരു ആക്ട്രസിനെ ശരിക്കും എത്രത്തോളം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഒരുപാട് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഒരുപാടുണ്ട്. അവര് ഏത് റോള് കൊടുത്താലും എങ്ങനെ വേണേലും ചെയ്യും. എന്നെ സംബന്ധിച്ച് ആ ഉള്ളൊഴുക്കിന്റെ സ്ക്രിപ്റ്റ് ആണ് അതിന്റെ ഹീറോ. കാരണം എന്താ പറയുക, അത്ഭുതമാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. നമ്മൾ ആലോചിക്കുമ്പം ഏതോ ഡയറക്ടർ പറഞ്ഞ് ഞാൻ കേട്ടു, ഈ സ്ക്രിപ്റ്റ് നമ്മൾ സ്ക്രിപ്റ്റിംഗ് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്ക്രിപ്റ്റ് ഉൾപ്പെടുത്തണം എന്ന്. കാരണം അത്രയും ഗംഭീരമായിട്ടാണ് ഈ ഉള്ളിലെ സംഘർഷങ്ങൾ, ശരി തെറ്റുകൾക്കിടയിലൂടെ ആ ഒരു കോൺഫ്ലിക്റ്റ്, അതൊക്കെ. പിന്നെ ഈ ക്ലൈമാക്സ് എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. എന്നാലും എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടമുള്ള സിനിമയാണ്. നിങ്ങൾ രണ്ടുപേരും അത് ഒന്നായ സ്ഥിതിക്ക് എന്റെ ഗഗനാചാരിയാണ്. വെറൈറ്റി ആയാലും ശ്രദ്ധിക്കുന്നുള്ളതാണ്. ഗഗനാചാരി ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാളും വളരെയധികം അതിൻ്റെ അകത്ത് സുരേഷ് ഗോപിയുടെ നമ്മുടെ ഗൂഗിൾ സുരേഷ് കിടിലനായിട്ടാണ് ചെയ്തിട്ടുള്ളത്. പടം ഞാൻ ആക്ച്വലി അങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല പടം കണ്ടു തുടങ്ങിയത്. മലയാളത്തിൽ അങ്ങനത്തെ സിനിമകൾ ഇല്ല. പിന്നെ എനിക്ക് തോന്നിയത് മറ്റേ നമ്മുടെ ആവാസ വ്യൂഹം കണ്ടിട്ടില്ലേ, അതിന്റെ ഒരു സെയിം പാറ്റേൺ ഓഫ് മേക്കിംഗ് ഇതായി തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും അതിൽ പ്രധാനമായിട്ട് അവിടെ 3 ക്യാരക്ടേഴ്സേ ഉള്ളൂ. പക്ഷെ അവർ ആ സിനിമ കൊണ്ടുപോകുന്ന ഒരു രീതി എനിക്ക് ഭയങ്കര 4 പേരുണ്ട്. ആ സിനിമ കൊണ്ടുപോകുന്ന രീതി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. എന്റെ ലിസ്റ്റില് അനാർക്കലി നന്നായി ചെയ്തു. പിന്നെ ഏറ്റവും ഫൺ ആ വോയിസ് ആയിരുന്നു അല്ലേ,
മല്ലിക സുകുമാരൻ കേട്ട് തന്നെ അറിയാം. അതെ അതെ, അത് ഭയങ്കര അൺഎക്സ്പെക്ടഡ് അല്ലേ? സീരിയസ്ലി ഭയങ്കര അൺഎക്സ്പെക്ടഡ് ആയിരുന്നു. ഞാൻ കണ്ടപ്പോ നമ്മള് വേറെ എന്തോ പ്രതീക്ഷിച്ചിരിക്കുക, വോയിസ് വരുന്നത്. ഏഴാമത് എന്റെ ലിസ്റ്റിലുള്ള പടം മുറയാണ് എന്റെ ലിസ്റ്റിൽ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഒരു ഗാങ്സ്റ്റർ മൂവി, അതിന്റെ എല്ലാ എസെൻസോടുകൂടി, അതേസമയം ഈ പ്രായം കുറഞ്ഞ കുട്ടികളാണ് ഇതിലേക്ക് വരുന്നത്. അവരുടെ എല്ലാ വൾണറബിലിറ്റിയും എക്സ്പ്ലോർ ചെയ്തിട്ട് അതിനകത്ത് ഈ പറഞ്ഞ ഇമോഷൻ ഭയങ്കരമായിട്ട് അവരെ എങ്ങനെയൊക്കെ മിസ്മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള ഒരു സാധനം അത് കാണാം. അതുപോലെ തന്നെയാണ് എനിക്ക് അതിനകത്ത് സുരാജിന്റെ ക്യാരക്ടർ. സുരാജ് അണ്ടർപ്ലേ ചെയ്തിട്ട്, അതെ അതെ, സുരാജ് തിരുവനന്തപുരം സ്ലാങ്ങിൽ കോമഡി ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു ഒരു സാധനം ആദ്യമായിട്ട്. അതുപോലെ മാലാപാർവതിയും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ഇതിനകത്ത് ഈ അമ്മമാരുമായിട്ടുള്ള ബന്ധം, അവരുടെ ഒരു പട്ടിണി, പിന്നെ പൈസ കിട്ടി അവർക്കും കൊടുക്കണം എന്ന് പറയുമ്പോൾ അവരുടെ ഒരു നിഷ്കളങ്കത, ചിലപ്പോൾ ഒരു 10 വർഷം ഈ പണിയിൽ നിന്ന് അവർ അങ്ങനെ ആയിരിക്കില്ല ചിന്തിക്കുന്നത്. അതെല്ലാം ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തു. വയലൻസ് കൂടുതലുണ്ട് ഈ സിനിമയിൽ, സ്വാഭാവികമായിട്ടും ഗാങ്സ്റ്റർ മൂവി. എന്നാലും ഭയങ്കരമായിട്ട് വയലൻസ് കാണിക്കുന്നുണ്ട്. സാധാരണ മലയാള സിനിമയിലെ ഗാങ്സ്റ്റർ മൂവി എന്ന് പറഞ്ഞാൽ അത്രയും ഈ കുറച്ചുകൂടെ ഫാമിലി കൂടെ വന്ന് കാണണം എന്നുള്ള രീതിയിൽ അത്ര വയലൻസ് കാണിക്കില്ല. ജോണറിനോട് പൂർണ്ണമായിട്ടും ജസ്റ്റിസ് പുലർത്തിയിട്ടുണ്ട്. നമ്മള് കില്ലൊക്കെ കണ്ടത് ഒരു ഹിന്ദിയിൽ ഇറങ്ങിയത് അതുപോലത്തെ ഒരു മലയാള വേർഷൻ ആയിട്ട് എനിക്ക് തോന്നി. മുസ്തഫയുടെ കപ്പേള നല്ല സിനിമയായിരുന്നു. അത് കപ്പേളയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു ജോണറായിട്ട് ഒരു സെക്കൻഡ് സിനിമ. എന്റെ ലിസ്റ്റില് വാലിബനാണ്. മുറ ഇഷ്ടമായില്ല എനിക്ക്. മുറ എന്റെ ലിസ്റ്റിലുണ്ട്, പക്ഷെ വാലിബനാണ് എന്റെ ഈ ലിസ്റ്റിൽ വരുന്നത്. കാരണം എനിക്കറിയില്ല, മോഹൻലാൽ ഫാനാണ്. മോഹൻലാൽ ഫാനൊക്കെ തന്നെ. പക്ഷെ ആ പടം ആൾക്കാർ കൂടുതൽ മനസ്സിലാക്കിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അതിന്റെ ഒരു വിഷ്വൽ ആസ്തറ്റിക് ഫ്രെയിമുകളും അതിന്റെ ഒരു ഡെപ്തും ആൾക്കാർ മനസ്സിലാക്കിയത് കുറവാന്ന് എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ചിലപ്പം ലിജോയും ലാലേട്ടനും ഒരുമിക്കുമ്പോൾ വേറെ എന്തോ ഒരു മാസ പടം വരും പ്രതീക്ഷിച്ചു. അതുകൊണ്ടായിരിക്കാം ആൾക്കാരത് കുറച്ച് തെറ്റിദ്ധരിച്ചിട്ടാണ് കണ്ടത്. മേ ബി അങ്ങനെ ആയിരിക്കാം. എനിക്ക് അത്രയും കൊണ്ട് കണക്ട് ആവാത്ത സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ട 10 സിനിമകളുടെ ലിസ്റ്റിൽ വാലിബൻ ഇല്ല. പക്ഷേ ലിജോ ജോസ് എന്റെ ഫേവറേറ്റ് ഡയറക്ടറാണ്. പുള്ളി ചെയ്ത എല്ലാ സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ സിനിമ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വലിയ കാര്യമുള്ള സിനിമ തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ലിജോയുടെ ഫാനാണ്. പക്ഷെ ഇപ്പം അമല് പറഞ്ഞതുപോലെ ഞാനും ലിജോയും ലാലേട്ടനോട് ഒന്നിക്കുന്നു എന്ന് പറഞ്ഞപ്പോ കുറച്ചുകൂടെ ഒരു എന്തോ പ്രതീക്ഷിച്ചത് കൊണ്ടാവാം എനിക്ക് അത്രയും തിയേറ്ററിൽ കണ്ടപ്പോ. ഞാൻ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ട പടമാണ്. പക്ഷെ എനിക്ക് അത്രയും അങ്ങോട്ട് കണക്ട് ആയില്ല. ഞാൻ ഒരുപാട് എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല. പിന്നെ ഓരോ സിനിമ എന്ന് പറയുന്നത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടുന്ന പടങ്ങള് വേറെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ വേറെ ഇഷ്ടപ്പെടാത്ത നമുക്ക് ഇഷ്ടപ്പെടാം, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് ഈ സിനിമ കാണുമ്പോൾ ഒരു ദുരനുഭവം ഉണ്ട്. ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ പോയി കണ്ട സിനിമ. കാരണം രണ്ടുപേരും ഈ പറഞ്ഞ ഒന്നിക്കുന്നുള്ളത് അതിന്റെ USP ആണ്. പിന്നെ ലിജോയുടെ പടം എന്തായാലും ഫസ്റ്റ് ഡേ പോയി കാണും. എൻ്റെ അടുത്തിരിക്കുന്നവരെ കമൻറ്റുകളൊക്കെ പറഞ്ഞിട്ട് ചില ലാഗ് വരുമ്പോൾ അതിന് മറുപടി പറയാം, അല്ലെ അവർ ഡയലോഗ് പറയുമ്പോൾ കൗണ്ടർ പറയുക. അതിന് എൻ്റെ ആസ്വാദനത്തെ ഭയങ്കരമായി ബാധിച്ചു. ഭയങ്കര മോശമാണ്, വൃത്തിയുടെ സ്വഭാവമാണ്. ഏറ്റവും കൂടുതൽ ഞാൻ അനുഭവിച്ചത് വാലിബൻ കണ്ടപ്പോഴാണ്. കാരണം പിന്നെ എനിക്ക് ആ സിനിമയായിട്ടുള്ള എല്ലാ കണക്റ്റും പോയി. എന്നിട്ട് പിന്നെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് കാണുന്നത്. എനിക്ക് ഹൊറർ പടങ്ങൾ കാണാൻ തിയേറ്ററിൽ പോകുന്നത് ഇപ്പൊ ഇഷ്ടമല്ലാതായത് ഇതിന് ശേഷം ഈ കമന്റ് അടി കാരണം. കാരണം നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചുമ്മാ തമാശ പോലെ ഇവരിന്ന് ഓരോന്ന് പറയാം. അപ്പൊ ഭയങ്കര ഒരു നമ്മൾ പെട്ടെന്ന് പേടിക്കേണ്ട ഒരു സീൻ വരുമ്പോൾ ഇവർ എന്തെങ്കിലും ശരിക്കും എനിക്കൊന്ന് ഭയങ്കര പേടിയുള്ള ആളുകളാണെന്ന് തോന്നി. അങ്ങനെ വാലിബൻ ഇങ്ങനെ അടുത്തിരുന്നവരാൽ അനുഭവം മോശമായൊരു സിനിമയാണ് എനിക്ക്. പിന്നെ എനിക്കത് കാണാനും, എനിക്കത് OTT-യിലൊന്നും കാണാൻ ഇഷ്ടമല്ല, പക്ഷെ തിയേറ്ററിൽ കാണാൻ പിന്നെ എനിക്ക് അവസരവും കിട്ടിയില്ല. OTT-യിലൊക്കെ എത്ര പേര് കണ്ടിട്ടുണ്ട് എന്നുള്ളത്. കാരണം ഒന്നാമത് ഈ തിയേറ്ററിൽ നല്ല നെഗറ്റീവ് റിവ്യൂ വന്നപ്പോ അങ്ങനെയാണല്ലോ ഇപ്പൊ ഓഡിയൻസിന്റെ ഓൾറെഡി ഇൻഫ്ലുവൻസ്ഡ് ആവും. അതെ, നെഗറ്റീവ് റിവ്യൂ വന്നു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കാണാനുള്ള സാധ്യത കുറവാണ്. എനിക്ക് തോന്നുന്നു ഇപ്പം ലാലേട്ടന്റെ ദേവദൂതനൊക്കെ വന്ന മാതിരി കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആൾക്കാർ ഇത് റീറിലീസ് ചെയ്യും. പിന്നെ പറയും അത് വാഴ്ത്തപ്പെടുന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പൊ എട്ടാമത് എന്റെ സിനിമ സൂക്ഷ്മദർശിനിയാണ്. സൂക്ഷ്മദർശിനി ഈ പറഞ്ഞ പോലെ സൂക്ഷ്മദർശിനി, അഞ്ചക്കള്ളക്കോക്കരും കിഷ്കിന്ദകാണ്ടുമാണ് അടുത്തൊരു 3 സിനിമകൾ 10 ലിസ്റ്റ് തികയ്ക്കുമ്പോൾ. അതിൽ ഈ 3 സിനിമ എനിക്ക് ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷേ സൂക്ഷ്മദർശിനി ഒരു സെക്കൻഡ് ഹാഫ് അതിൻ്റെ അതെങ്ങനെ ആ മിസ്റ്ററി എങ്ങനെ റിവീലായി വന്നു എന്നുള്ളത് എന്നെ ഒന്ന് ഫാസിനേറ്റ് ചെയ്യിപ്പിച്ച ഒരു ഫാക്ടറാണ്. അതുകൊണ്ട് എനിക്കത് ഇഷ്ടപ്പെട്ടു. ഇനി എന്റെ ലിസ്റ്റിലൊക്കെ ഉള്ളത് അഞ്ചക്കള്ളക്കൊക്കാനും ARM ദർശിനിയാണ്. അഞ്ചക്കള്ളക്കൊക്കെന്ന് പറയാൻ പാടുണ്ടോ? അതെ അതെ, ചെറിയൊരു പാടുണ്ട്. പക്ഷേ ഞാൻ ARM ഞാൻ എടുത്ത് പറയാൻ കാരണം എന്ന് വെച്ചാൽ അതൊരു മുത്തശ്ശി കഥയാണല്ലോ ആ സിനിമ. പക്ഷെ അത് മനോഹരമായിട്ട് ഡയറക്ടർ അത് പുള്ളിയുടെ ഫസ്റ്റ് പടമാണ്. അത് ഭയങ്കര റിസ്ക് ആണ് ശരിക്കും എടുക്കുന്നത്. ഒരു 3D മൂവിയായിരുന്നു. 3D കണ്ടിട്ട് എനിക്ക് അതിന്റെ ഒരു എഫക്ട് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നത് 2D ഷൂട്ട് ചെയ്തിട്ട് റെൻഡറിംഗ് ആണ് 3D ക്യാമറയിൽ ഷൂട്ട് ചെയ്തല്ല. അതിന്റെ ഒരു ചെറിയ പോരായ്മ ഉണ്ട്.
പക്ഷെ എനിക്കൊന്നും ടോവിനോയുടെ തന്നെ ഏറ്റവും കരിയറിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. മണി എന്നുള്ള ക്യാരക്ടർ ആണെങ്കിലും അപ്പൊ എനിക്ക് ആ ഒരു 3 ക്യാരക്ടർ 3 വ്യത്യസ്തമായ ക്യാരക്ടറായിട്ട് തന്നെ അത് ടോവിനോയ്ക്ക് അത് കൊണ്ടുവരാൻ പറ്റി. ശരിയാ, അത് നമുക്ക് ഫീൽ ചെയ്യല്ലേ ആക്ച്വലി 3 ക്യാരക്ടർ അത് പുള്ളി അത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് എന്റെ ലിസ്റ്റിൽ ആക്ച്വലി എയറും ഇല്ല, എന്റെ ലിസ്റ്റിലും ഇല്ല. പറഞ്ഞ പോലെ ഇതൊക്കെ ആണ് ലിസ്റ്റ്, എന്താ പറയാ, നമ്മുടെ ഹിറ്റായ സിനിമയാണ്, പ്ലസ് ഇത് എക്സ്പെരിമെന്റൽ എന്ന നിലയ്ക്ക് ബെസ്റ്റ് ആണ്. അതെ, അത് ബെസ്റ്റ് ആണ്. കാരണം ഫസ്റ്റ് ഡയറക്ടർ ഇത്രയും വലിയൊരു പടം മൂവി എടുക്കാന്ന് അത്ര എളുപ്പമല്ല. ബേസിൽ പറഞ്ഞിട്ടുണ്ട് പുള്ളിനെ പറ്റി. പുള്ളിയുടെ ഒരു വിഷയം തന്നെ ചെറിയ ചെറിയ പടങ്ങൾ എടുക്കാതെ വലിയ സിനിമകൾ. നമ്മുടെ ഇന്റർവ്യൂവിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഒരു 8-9 പട സിനിമ ചെയ്യുന്നുള്ളൂ, അതെല്ലാം വലിയ സിനിമയാണ്, അത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പുള്ളി ആ ഒരു പുള്ളിയുടെ വിഷന്റെ ആണ് നമ്മൾ ആ സിനിമയിൽ കാണുന്നത്, അതിന്റെ ഒരു റിസൾട്ട് ആണ് ആ സിനിമയിൽ ഉള്ളത്. എനിക്ക് തോന്നുന്നു അത് ഗംഭീരമായിട്ട് പുള്ളി അത് ചെയ്തിട്ടുണ്ട്. എആർഎമ്മിനെ പറ്റി പറയുമ്പോൾ സുരഭിയുടെ ക്യാരക്ടർ, സുരഭിയുടെ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് വന്നത് എആർഎമ്മിലാണ്. അതുപോലെ സുരഭി നമുക്ക് മലയാളത്തിലുള്ള ഭയങ്കര പണ്ട് ഉർവശിയെ പറ്റി മുമ്പേ പറഞ്ഞ പോലെ ഒരുപാട് കാലിബർ ഉള്ള ഒരു നടിയാണ് സുരഭി. പക്ഷെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നനുസരിച്ചിരിക്കും. അതിന് സുരഭിക്ക് കിട്ടിയൊരു അവസരമാണ്. ചേച്ചി നേരത്തെ സൂക്ഷ്മദർശിനി പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് സെക്കൻഡ് ഹാഫിനെ പറ്റിയാണ്. പക്ഷെ എനിക്ക് എന്താ അറിയില്ല, ഞാൻ ഫസ്റ്റ് ഹാഫാണ് ഭയങ്കര ആസ്വദിച്ച് കണ്ടത്. ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു, എന്താണ് ഈ ബേസിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്, എന്താണ്. പക്ഷെ പടം കണ്ടു കഴിഞ്ഞപ്പോ മൊത്തത്തിൽ എനിക്കത് വർക്കായില്ലെങ്കിലും പക്ഷെ ആൾക്കാർ കൂടുതൽ ഇപ്പം നിങ്ങൾ പറഞ്ഞ മാതിരി സെക്കൻഡ് ഹാഫാണ് നന്നായിട്ട് വർക്കായത്, അല്ലെങ്കിൽ കുറച്ചും കൂടി എൻഗേജിങ് ആയിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ആണ്. ഇത് എന്റെ ലിസ്റ്റിലില്ല. പിന്നെ എന്റെ ലിസ്റ്റിൽ വരുന്നത് ഈ അഞ്ചക്കള്ളക്കോക്കനും മുറിയാണ്. അഞ്ചക്കളക്കൊക്കെ നമ്മുടെ ലിസ്റ്റിലുണ്ട്. പറഞ്ഞു, അതൊരു സിനിമ എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ, പുതിയ അപ്രോച്ച്. ഒരു നമ്മളെന്താ പറയാ, ഒരു ടൊറന്റീനോ, അതെ, ഒരു ടൊറന്റീനോ മൂവി കാണുന്നത് പോലെ തന്നെ നമ്മൾ ആസ്വദിച്ച സിനിമ. നടവരമ്പൻ പീറ്റർ, ചെമ്പൻ വിനോദ്, അത് ഇതുപോലെയാ. ചെമ്പൻ വിനോദ് ഓരോ സിനിമയിലും അയാളുടെ ആ ഇത് പുറത്തെടുത്തോണ്ടേയിരിക്കുകയാണ്. എത്ര നല്ല ആക്ടർ ആണെന്ന് ഓരോ സിനിമയിലും. എത്ര മോശം സിനിമയാണെങ്കിലും പുള്ളി ഉണ്ടെങ്കിൽ ഗംഭീരായിരിക്കും തോന്നാറുണ്ട്. പുള്ളി എനിക്ക് തോന്നുന്നു മണിച്ചേട്ടനൊക്കെ പോലെ നമുക്കൊരു നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ പുള്ളി ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചില എക്സ്പെക്ട് ചെയ്യും നമ്മൾ. അതെ, ആ ഒരു വൈബ് പുള്ളിക്കുണ്ട്. ലുക്മാന്റെ ആ ക്യാരക്ടറിന്റെ ലെയർ, അയാളുടെ ഒരു ചൈൽഡ്ഹുഡ്, അയാളെ അലട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഭയങ്കര പേടി. അതെ, അവസാനത്തെ 1.5 മണിക്കൂർ തിയേറ്ററിൽ ആ പടം മസ്റ്റ് വാച്ച്. അതെ, പിന്നെ മ്യൂസിക് അത് പറയാതെ വയ്യ. മണികണ്ഠനയ്യപ്പ ഇത്ര നാൾ എവിടെയായിരുന്നു എന്ന് ആലോചിച്ചു. അത്ര ഗംഭീര മ്യൂസിക്. രീതി, ആ പാട്ടും നമ്മൾ ആ തിയേറ്ററിലേക്ക് ഇരിക്കുമ്പോൾ വേറെ ലോകത്തിൽ വേറെ ട്രാൻസിലാവും ചില തുമ്പിയെ കേൾക്കുമ്പോ. എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു മ്യൂസിക്കിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ചില സിനിമകൾ കാണുമ്പോഴാണ് മനസ്സിലാവുക. യെസ്, അതുപോലെ ഇവരുടെ സ്ത്രീകഥാപാത്രങ്ങളൊക്കെ രസം, ഭയങ്കര റോ ആണ്, പക്ഷെ ഭയങ്കര റിയൽ ആണ്. മൊത്തത്തിൽ അഞ്ചക്കള്ളക്കോക്കൻ ഒരു ഭയങ്കര എക്സ്പീരിയൻസ്, ടെക്നിക്കലി ടു ഗുഡ് എന്ന് പറയില്ലേ, എല്ലാ ആസ്പെക്റ്റിലും. എഡിറ്റ് ആണ്, ഒരു ട്രെയിലർ കട്ട് കാണുന്ന പോലെ ആരോ റിവ്യൂല് പണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ സിനിമ ഇറങ്ങിയപ്പോ. ശരിക്കും അങ്ങനെയാ, ഇങ്ങനെ ചടപട ഏത് പോവാണല്ലോ ആ സിനിമ. അതെ അതെ അതെ, ഗംഭീര സിനിമയാണ്. വന്ന വഴിക്ക് പറഞ്ഞതുപോലെ ഈ വർഷം റീ റിലീസിന്റെ വർഷം കൂടെ. നമ്മുടെ 10 ലിസ്റ്റ് ആയി തോന്നുന്നല്ലേ. നിനക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ഇല്ല, ഇതൊക്കെ തന്നെ. റീ-റിലീസിനെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടന്റെ ദേവദൂതൻ എനിക്ക് അന്നും ഇഷ്ടമായിരുന്നു, ഇന്നും ഇഷ്ടമായിരുന്നു. പക്ഷെ ഇതിപ്പോ ഞാൻ വാലുവൻ നേരത്തെ പറഞ്ഞ പോലെ അന്ന് ആൾക്കാര് തള്ളിക്കളഞ്ഞല്ല, ആൾക്കാർ തിയേറ്ററിൽ പോയി കാണാത്തൊരു പടം അത് ഇന്ന് വന്നപ്പോ ആൾക്കാര് അത് ഏറ്റെടുത്തു. ഭയങ്കര. പിന്നെ എനിക്ക് തോന്നുന്നു കൂടുതലും ലാലേട്ടന്റെ പടങ്ങളാന്ന് തോന്നുന്നല്ലേ റിലീസിന് വരുന്നത്. നമ്മള് എനിക്കൊന്ന് മലയാളികൾ ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ഇപ്പോഴും തിയേറ്ററിൽ. ഞാൻ ഈ റീ റിലീസ് ചെയ്ത മത്സ്യത്താഴ് 2 വട്ടം തിയേറ്ററിൽ സ്ഥലം കിട്ടിയില്ല. കേരളീയ സമയത്ത്. പിന്നെ ഈ മത്സ്യത്താഴ് നമുക്ക് സങ്കടാവും, കാരണം എത്ര പേരാ മരിച്ചു പോയത്. നെടുമുടി വേണു, KPC, ഇന്നസെന്റും തമ്മിലുള്ള കോമഡി ഒക്കെ ഉണ്ടല്ലോ, തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ പുതിയൊരു കോമഡി കാണുന്ന പോലെ ചിരിക്കുക. അങ്ങനെ കുതിരവട്ടം പപ്പു, വല്യേട്ടൻ റീ റിലീസ് ചെയ്തു. ശരിയാ, അതെ. അവർക്കുള്ള ഒരു സമയം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇതായിരുന്നല്ലേ. ഞാൻ ഇവരൊക്കെ ടിവിയിൽ കൂടിയാണ് കണ്ടിട്ടുള്ളത് കൂടുതൽ. നമ്മളെയൊക്കെ ചെറുപ്പകാലത്തെ മനോഹരമാക്കിയ ആളുകളാണ്. അതെ, NF ഒക്കെ പറയുമ്പോൾ പെട്ടെന്ന് ലേലൊക്കെയാണ് മനസ്സിലാക്കുന്നത്. മോഡുലേഷൻ ഒക്കെ ഗംഭീരാണ്.
എനിക്ക് തോന്നുന്നു നമ്മൾ മെൻഷൻ ചെയ്യേണ്ട മറ്റൊരു മലയാള സിനിമയല്ല അത്, ഓൾ വി ഇമാജിൻ ലൈറ്റ്. അതൊരു കൈൻഡ് ഓഫ് മലയാള സിനിമ തന്നെയാണ്. കാരണം അതിലെ കഥാപാത്രങ്ങളൊക്കെ സംസാരിക്കുന്ന മലയാളമാണ്, മലയാളികളുടെ കഥയാണ് പറയുന്നത്. അത് കാൻസിൽ വരെ എത്തി, ഇപ്പോൾ ഗോൾഡൻ ഗ്ലോബിൽ മത്സരിക്കാൻ പോകുന്നു. മലയാളികളെ സംബന്ധിച്ചും ഇന്ത്യക്കാരെ സംബന്ധിച്ചും അഭിമാന നിമിഷമാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എപ്പോഴും പറയാറുന്നല്ലോ മലയാള സിനിമയിൽ സ്ത്രീകൾ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവര് എനിക്ക് തോന്നുന്നു ഈ നമ്മുടെ ആവേശവും അങ്ങനെയുള്ള പടങ്ങൾ ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു വിമർശനം സ്ത്രീകളില്ലാതെ സിനിമകൾ ഇറക്കുന്നു. പക്ഷെ ഇവര് ആ കാൻസിൽ പോയി ഡാൻസ് ചെയ്യുന്ന കണ്ടപ്പോ അതൊരു ഭയങ്കര ഫുൾഫില്ലിംഗ് മൊമെന്റ് ആയിരുന്നു ഏതൊരു സിനിമാ പ്രേമിക്ക്. അത് തീർച്ചയായും അങ്ങനെയാണ്. നമ്മള് പുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ ഒരു വ്യത്യാസത്തിന്റെ ആവശ്യമില്ല. ശരിക്കും അതാണ് അവർ അവിടെ നിന്ന് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യും. സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട്. ഒരു സിനിമ ഇഷ്ടമുള്ള ആളെന്ന നിലയിൽ അത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ പല്ലുട്ടി എന്നൊരു സിനിമ ആണല്ലോ, അത് കണ്ടിരിക്കും ഞാൻ കുറെ കരഞ്ഞു ആ സിനിമ കണ്ടിട്ട്. കാരണം നമ്മളുടെ ചൈൽഡ്ഹുഡ് ഒക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന കാലം, ഈ കുട്ടികൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന കാണുമ്പോഴും അവർക്ക് നല്ല നിക്കറില്ല, നല്ല ചെരുപ്പില്ല എന്നൊക്കെ കാണുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഭയങ്കര സങ്കടം തോന്നുമല്ലോ. അങ്ങനെ ഒരുപാട് കണക്റ്റ് ഉള്ള ഒരു സിനിമയാണ് അത്. ഞാൻ ചോദിക്കട്ടെ, ഈ 2025 ഒരൊറ്റ സിനിമ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതേതായിരിക്കും? അമലോ? മോഹൻലാൽ ഫാൻ എന്ന നിലയ്ക്ക് ലൂസിഫർ കണ്ടാണല്ലോ. ലൂസിഫർ കണ്ട ഒരാൾക്ക് എങ്ങനെയാണ് എമ്പുരാനെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ? അത് മാത്രമല്ല, അതൊരു നമ്മള് ഇപ്പൊ വിജയുടെ പടം അല്ലെങ്കിൽ സൂര്യയുടെ പടം, അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ പടം നമ്മൾ കാത്തിരിക്കുന്ന നമ്മുടെ മുന്നിലേക്ക് മലയാളത്തിലേക്ക് അത്തരത്തിലൊരു സിനിമ, ഒരു ബഡ്ജറ്റ് സിനിമ എത്തുക എന്ന് പറയുമ്പോൾ അതും ലൂസിഫർ ഉണ്ടാക്കി വെച്ചൊരു ബെഞ്ച് മാർക്ക് കൂടെ അതിനകത്തുണ്ട്. അത് പൊതുവെ പുറത്തുനിന്നുള്ള ഒരു വിമർശനം, നമുക്ക് ഈ നമ്മുടെ ക്വാളിറ്റി, കണ്ടന്റ് ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമുക്ക് ഈ മാസ് പടങ്ങൾ എടുക്കാൻ പറ്റുന്നില്ല മലയാളത്തിൽ നിന്നുള്ളൊരു വിമർശനമുണ്ട്. പക്ഷെ അത് എനിക്ക് ലൂസിഫർ അതിനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. എമ്പുരാന് അത് അതിനെ ലെവലിലേക്ക് കൊണ്ടുപോട്ടെ എന്നാണ്. ശരിക്കും നമ്മളിപ്പം നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം ശരിക്കും നമ്മുടെ മലയാള സിനിമ ഒരുപാട് തമിഴ്നാട്ടിലാണെങ്കിൽ കർണാടകത്തിലൊക്കെ ഓടിയ ഒരു വർഷവും കൂടാണ്. ഇപ്പൊ മഞ്ഞുമല ആയിക്കോട്ടെ, ആവേശം ആയിക്കോട്ടെ, അതൊക്കെ ശരിക്കും നമുക്ക് ഭയങ്കര അഭിമാനം തരുന്നതാണ്. പണ്ട് നമ്മള് ഈ തമിഴ് പടം ഒക്കെ കേരളത്തിൽ ഓടുന്നത് പോലെ മലയാള സിനിമകൾ അവിടെ ഓടുന്നില്ലല്ലോ എന്നൊരു വിഷമം നമുക്കുണ്ടായിരുന്നെങ്കിൽ അത് മാറ്റി തന്നൊരു വർഷം കൂടെ ആയിരുന്നു. പണ്ട് ഞാനിങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂസിലൊക്കെ, അതായത് മമ്മൂക്കയുടെ ന്യൂഡൽഹി ഇവിടെ ഓടിയിട്ടുണ്ടായിരുന്നു, സുരേഷ് ഗോപിയുടെ ആന്ധ്രാപ്രദേശില്. പക്ഷെ ഇപ്പം ഞാനൊക്കെ എന്റെ റിയൽ ലൈഫിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ, അതായത് ഒരു മലയാളം ഫിലിം അവിടെ നല്ലോണം പെർഫോം ചെയ്ത് കാണുന്നത് ഇപ്പം ആവേശമാണ്. അതിന് മുന്നേ എനിക്ക് തോന്നുന്നു പ്രേമമായിരുന്നു. പ്രേമം പിന്നെ തമിഴ് ഓഡിയൻസിന് ഭയങ്കര കണക്ട് ചെയ്ത സിനിമയാണ്. അതുകൊണ്ട് പ്രേമം തമിഴിലേക്ക് ഡബ് ചെയ്യാൻ ഒന്ന് ധനുഷിന് വെച്ച് ചെയ്യാതിരുന്നിട്ട് അത് ഡ്രോപ്പ് ചെയ്തു. കാരണം പ്രേമം അവിടെ എല്ലാ തമിഴ്നാട്ടിലും എല്ലാവരും ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്ത സിനിമയാണ്. ഞാൻ ഒരു സിനിമയ്ക്ക് വേണ്ടിയല്ല ശരിക്കും ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. എമ്പുരാൻ സ്വാഭാവികമായിട്ടും കാണാൻ എനിക്ക് താല്പര്യമുണ്ട്, അങ്ങനെയല്ല. ഞാൻ മറ്റേ കൃഷാന്തിന്റെ 4 സംഘം എന്നൊരു സീരീസ് വരാൻ പോകുന്നുണ്ട്. എല്ലാ ചർച്ചകളും കേൾക്കുന്നുണ്ട് സിനിമാക്കാർക്കിടയിൽ. കാരണം കൃഷാന്ത് അറിയാലോ, ആവാസവ്യൂഹവും പുരുഷപ്രേതവും. പുരുഷപ്രേതം വേറൊരു സ്കൂൾ ഓഫ് സിനിമയാണ്. അപ്പം അയാൾ എന്താണ് ഈ സിനിമയിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള, സീരീസിൽ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നറിയാനുള്ള ഭയങ്കരമായ പുള്ളിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ ബാക്കി ആരും അപ്രോച്ച് ചെയ്യാത്ത ഒരു സ്റ്റൈലാണ് അത്. സംഘർഷ ഘടന. വേറെ ജോണറാണ്. ഞാൻ ഇതുവരെ അങ്ങനത്തെ ജോണർ സിനിമകളെ കണ്ടിട്ടില്ല. അത് നമ്മള് ചിന്തിക്കുക പോലും ചെയ്യാത്ത രീതിയിലാണ് ആ സിനിമ വരിക. അപ്പൊ എന്തായാലും 2025 സിനിമയ്ക്ക് നല്ല വർഷമാവട്ടെ. അതെ, മലയാള സിനിമ മാത്രമല്ല എല്ലാ സിനിമയും നന്നായി തന്നെ വരാം.